നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ആരാടാ ഇത്? ഇതെന്റെ ഭാര്യയാണ് സാറേ. ഭാര്യ? ഇവള് നിന്റെ ഭാര്യയാണെന്നുള്ളതിന് എന്താ തെളിവ്? ദേ, അവളുടെ കഴുത്തിൽ ഞാൻ കെട്ടിയ താലിയുണ്ട്. അത് മാത്രം മതി ഇവളെന്റെ ഭാര്യയാണെന്ന് തെളിയിക്കാൻ. അപ്പൊ പിന്നെ നിന്റെ ഭാര്യ ഇതിനാ കിടക്കുന്നത്? ബോധം കെട്ട് കിടക്കണോ? അല്ല സർ, അവൾക്ക് നല്ല സുഖമില്ല. മരുന്ന് കഴിച്ചതിന്റെ സെഡേഷനാ. അത് മാറാൻ വേണ്ടിയാ ഞാൻ കാത്തിരിക്കുന്നത്. സുഖമില്ലാത്തവരൊക്കെ ഹോട്ടലിൽ റൂം എടുത്താണോ മരുന്ന് കഴിക്കുന്നത്? അല്ല സർ, അവളിവിടെ ഒരു ഇന്റർവ്യൂവിന് വന്നതാ. ഇന്റർവ്യൂവിനിടെ ഒരു അസ്വസ്ഥത തോന്നിയപ്പോ അവരെ എന്നെ വിളിച്ചു വരുത്തിയത്. നിന്റെ ഈ താലിയും വർത്താനൊന്നും കേട്ടിട്ടല്ല ഞങ്ങൾ നിന്നെ ഒന്നും കൊണ്ടുപോകാത്തത്. സുപ്രീം കോടതിയുടെ വിധിയുണ്ട്, സ്ത്രീ പുരുഷന്മാർ പരസ്പര സഹകരണത്തോടെ ഒത്തുകൂടുന്നത് തടയരുതെന്ന്. അതിന്റെ ബലത്തിൽ നിന്നെ വിട്ടിട്ട് പോകുന്നു. ഒരാള് കംപ്ലൈന്റ് വിളിച്ച് പറഞ്ഞുകൊണ്ട് മാത്രമാ ഞങ്ങൾ വന്നത്. അതെ, പെങ്കൊച്ചിന്റെ മേൽ ബലപ്രയോഗമൊന്നും ചെയ്യരുത്. അത് ഓക്കെ ആവുമ്പോ കൊണ്ടുപോയിക്കോണം. ഉവ്വ് സർ. അതുകൊണ്ട് മാത്രമാ ഞാൻ ആ താലി എടുത്ത് അവളുടെ കഴുത്തിൽ കെട്ടിയത്. സത്യം പറഞ്ഞ ഇതിപ്പോ താലി കെട്ടിയെന്നൊരു അപമാനം മാത്രമേ സംഭവിച്ചുള്ളൂ. ഞാനത് ചെയ്യാതിരുന്നെങ്കിൽ രണ്ടുപേരെയും പോലീസ് കൊണ്ടുപോയി ആകെ നാറ്റിച്ച് ആത്മഹത്യ ചെയ്യിപ്പിച്ചനെ അവര്. അപ്പോ ആരതി ചേച്ചിക്ക് ഈ സാഹചര്യം ഒന്ന് അറിഞ്ഞൂടെ? ചേച്ചി പിന്നെന്താ കൊച്ചേട്ടന്റെ ഭാഗത്ത് നിൽക്കാത്തത്? കാരണമുണ്ട്. അവള് നല്ല മയക്കത്തിലായിരുന്നു അപ്പോഴെല്ലാം. അവൾക്ക് ബോധം കെടാനുള്ള ഏതോ മരുന്ന് കൊടുത്തിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. അതോടെ എന്റെ നിരപരാധിത്വം തെളിയിക്കാൻ ഒരു സാക്ഷികളുമില്ലാതായിപ്പോയി അവിടെ. അതാണ് എന്റെ വിഷമവും. ഏതായാലും ഞാൻ അവിടെ ചെല്ലാതിരുന്നെങ്കിൽ അവളുടെ ജീവിതം തന്നെ നശിച്ചു പോകുമായിരുന്നു. താലി കെട്ടിയതിന്റെ പേരിൽ എന്നെയും ചേട്ടനെയും ഒക്കെ കുറ്റപ്പെടുത്തുകയും അധിക്ഷേപിക്കുകയും ഒക്കെ ചെയ്ത ആരും അത് മാത്രം ചിന്തിച്ചില്ല. അതിലാണ് എനിക്ക് പ്രയാസം. സാരമില്ല കുട്ടാ, താമസിയാതെ എല്ലാം ശരിയാകും. എന്തായാലും ആരതിക്ക് അപകടമൊന്നുമില്ലാതെ മുരളി വീട്ടിലെത്തിച്ചു കൊടുത്തല്ലോ. അതിനവർ നന്ദി പറയുന്നൊരു ദിവസം വരും, ഉറപ്പാണ്. അവരെനിക്ക് നന്ദി പറയുകയോ നന്ദി കാണിക്കുകയോ ചെയ്യുന്നൊന്നും എനിക്കൊരു വിഷയമേ അല്ല പുഷ്പചേട്ടാ. എന്നെ വേദനിപ്പിക്കുന്ന എന്റെ സ്വന്തം ചേട്ടന്റെ തെറ്റിദ്ധാരണയാ. അതെനിക്ക് സഹിക്കുന്നില്ല. അതാണ് എന്റെ സങ്കടം, അത് മാത്രം. പുതിയ മേഘനാഥൻ ഇപ്പൊ വന്ന കാര്യം പറയാം. വേണു കേസ് നടത്തി ജയിച്ചു. രാധയ്ക്കും അനിയത്തിമാർക്കും വേണ്ടി തൃപ്പങ്ങോട്ടെ സ്വത്ത് മുഴുവൻ നിയമപരമായി വീണ്ടെടുത്തു. ഇതിലൊന്നും എനിക്ക് ഒരു പരിഭവമില്ല. അതെല്ലാം അവരുടേതായിരുന്നു. അവർക്ക് തന്നെ കിട്ടുകയും ചെയ്തു. അതാണ് സ്വാഭാവിക നീതി. വെരി ഗുഡ്. ഇപ്പം നിങ്ങൾ പറഞ്ഞ ആ രണ്ട് സാധനവും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്.
സന്തോഷവും സമാധാനവും. ആ എന്നിട്ട് വാട്ട്സ് യുവർ പോയിന്റ്? അത് പറഞ്ഞില്ല. പറയാം. മനസ്സ് തേങ്ങുന്നൊരു പിതാവിന്റെ അപേക്ഷയായി വേണു ഇത് പരിഗണിക്കണം. എനിക്ക് എന്റെ മകനെ കണ്ണിറങ്ങുന്ന കാണണം. ഒപ്പം രാധയോടും അനുജത്തിമാരോടും ഇതുവരെ നല്ലതൊന്നും പ്രവർത്തിച്ചിട്ടില്ല. അതിനൊക്കെ എനിക്ക് മാപ്പ് പറയണം. മിസ്റ്റർ വേണു, അതിലെന്നെ ഒന്ന് സഹായിക്കണം. കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. പഞ്ചതന്ത്ര കഥയിലെ കുറുക്കനെ പോലെ നിങ്ങളിപ്പോ സംസാരിക്കുന്നത്. അതെനിക്ക് മനസ്സിലായി. അല്ലെങ്കിലും നിങ്ങളൊരു തന്ത്രശാലിയായ കുറുക്കനാണല്ലോ. അതിശക്തനായ തൃപ്പങ്ങോട്ട് വാസുദേവന് ജലസമാധി കൊടുത്ത മഹാൻ. ഒരു നാടിന്റെ മുഴുവൻ കണ്ണിലുണ്ണിയായിരുന്ന സുഭദ്രാമയെ രായ്ക്ക് രാമാന് കാലപുരിക്ക് അയച്ചിട്ട് ആ വേർപാടൽ നാട്ടുകാരുടെ മുന്നിൽ കണ്ണീർ വാർത്ത കണ്ണിങ് ഭർത്താവ്. എന്റെ അച്ഛനെ നിഷ്ഠൂരമായി കൊന്നിട്ട് നാട് വിട്ടുന്ന നുണക്കഥയുണ്ടാക്കിയ പൗരമുഖ്യൻ. പിന്നെയും കഥകൾ എത്രയോണ്ണം വേറെ. മേഘനാഥ, തന്റെ യഥാർത്ഥ മുഖം പലവട്ടം കണ്ടിട്ടുള്ള ഈ ഞാൻ ഇപ്പോ അണിഞ്ഞിരിക്കുന്ന മുഖംമൂടി വെച്ച യാചനയിൽ വീണുപോകുമെന്ന് താൻ കരുതിയോ? ഒരിക്കലുമില്ല, ഒരിക്കലും. അതുകൊണ്ട് തന്റെ ഈ സെന്റിമെന്റ്സ് ഒക്കെ ചുരുട്ടി കയ്യിൽ വെച്ചിട്ട് സ്വന്തം പുലിക്കാറിൽ വീട്ടിൽ പോവാൻ നോക്ക്. താൻ ഒരിക്കലും രാധയെ കാണാൻ പോകുന്നില്ല. രാധയെ മാത്രമല്ല, തന്റെ മകനെ. അതെ, നീ പറഞ്ഞതെല്ലാം സത്യമാണ്. മേഘനാഥന്റെ ക്രൂരതകൾ, കൊലപാതകങ്ങൾ എല്ലാം പരമമായ സത്യം. ആ കൂട്ടത്തിൽ ഒന്നുകൂടിയായ ഈ മേഘനാഥന് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നിന്റെ കാര്യം തന്നെ എന്ന് പറഞ്ഞാൽ നിന്നെ അവസാനിപ്പിക്കാൻ എനിക്ക് ഒരുപാട് സമയമൊന്നും വേണ്ടെന്നർത്ഥം. അറിയാം, നിങ്ങളിൽ നിന്ന് ഇതേ ഞാനും പ്രതീക്ഷിക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് ഒന്ന് ഇരുട്ടി വെളുക്കുമ്പോഴേക്കും നിങ്ങൾ ഹരിശ്ചന്ദ്രനായി എന്ന് ഞാൻ വിശ്വസിക്കാത്തത്. ഇപ്പതാ കണ്ടില്ലേ, എന്റെ ഫ്രണ്ടാകാൻ വന്ന മേഘനാഥൻ തോക്കെടുത്ത് കൊല്ലാൻ നിൽക്കുന്ന ശത്രുവായത്. ശരി, എന്റെ നാടകം പൊളിഞ്ഞു. ഞാൻ നിന്റെ ഫ്രണ്ടായ ഹീറോ അല്ല, ശത്രുവായ വില്ലൻ. ഇനി പറ, നിനക്ക് ജീവൻ കാത്തുരക്ഷിക്കണമെങ്കിൽ തുറന്ന് പറ, എവിടെയാ രാധ താമസിക്കുന്നത്? എന്റെ മോൻ എവിടെ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.